നമസ്കാരം. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമ്പോൾ അവസരവും വെല്ലുവിളിയും കൂടിയാണ്. 20 വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ വഹിക്കാത്ത ഉത്തരവാദിത്തത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇന്നലെ കടന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ അമരത്ത് എത്തി നിൽക്കുമ്പോൾ കഴിവ് തെളിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇനിയുള്ള 5 വർഷം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ തിളങ്ങുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിക്ക് ഇന്ത്യ സഖ്യം എത്തുകയും ചെയ്താൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും രാഹുലിന്റെ പേരാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആകെ പിന്തുണ ലഭിക്കുമെന്ന ആശങ്ക മൂലം ഒഴിവാക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി സഖ്യകക്ഷികൾക്ക് തള്ളാനാകാത്ത വിധമുള്ള പ്രതാപത്തിലേക്ക് രാഹുൽ ഗാന്ധി വളരുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിരന്തരം ആവശ്യം ഉയർന്നെങ്കിലും നിരസിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. 236 സീറ്റുമായി കരുത്തു വർദ്ധിച്ച പ്രതിപക്ഷ നിരയുടെ നേതൃപദവിക്ക് പ്രൗഢി ഏറെയുണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ചതാണ്. സ്വയം ഉൾവലിയാനും വിശ്വസ്ത നിരക്കൊപ്പം സമയം ചെലവിടാനും ഇഷ്ടപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് പെരുമാറ്റ രീതികൾ ഇനി കാര്യമായ മാറ്റം വരുത്തേണ്ടി വരും. വ്യത്യസ്ത താല്പര്യമുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കളെ ഒരേ മനസ്സോടെ അണിനിർത്തുവാനും ദുഷ്കരമായ ഒരു ദൗത്യം അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി ചെയ്തു തുടങ്ങിയത് ശുഭ സൂചകമായിട്ട് കോൺഗ്രസ് കാണുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യം അറിയിച്ചില്ലെന്ന് പരാതിപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഫോണിൽ വിളിച്ച് രാഹുൽ ഗാന്ധി അനുനയിപ്പിച്ചു. SP നേതാവ് അഖിലേഷ് യാദവ് അടക്കമുള്ളവരെ നിരന്തര ചർച്ച നടത്തി. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും വേണ്ടി സോണിയാഗാന്ധിയാണ് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്.